മഴ പെയ്ത് തോർന്നാലും മരം പെയ്യും പോലെ നിരവധി ഓർമ്മകളുണ്ട് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ എന്റെ മനസ്സിൽ. അതിൽ പ്രധാനപ്പെട്ടത് ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് പ്ലസ്, കൈരളി TV, റിപ്പോർട്ടർ ചാനൽ, ഇന്ത്യ വിഷൻ, ജയ്ഹിന്ദ് തുടങ്ങിയ ചാനലുകൾക്കായി പ്രവർത്തിച്ചിട്ടുള്ള ഓർമ്മകളാണ്. ഇന്റർവ്യൂസാണ്, ബൈറ്റുകളാണ്, മറ്റ് ആളുകളെ മീറ്റ് ചെയ്ത ഓർമ്മകളാണ്. അത്തരത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് പ്രിയപ്പെട്ട ദാസാറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ദാസാർ എന്ന് വിളിച്ചിട്ടാണ് യേശുദാസിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ഇന്റർവ്യൂ നിർത്തിയിട്ട് പറഞ്ഞു, എന്നെ രാജീവിനെ വർഷങ്ങളായിട്ട് അറിയാലോ, എന്നെ ദാസേട്ടൻ എന്ന് വിളിച്ചാൽ മതി. പിന്നെ മുഴുനീള ഇന്റർവ്യൂവിൽ ദാസേട്ടൻ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈ കാര്യം ഞാൻ ഇന്റർവ്യൂ നടന്നു കഴിഞ്ഞിട്ട് എന്റെ പ്രിയ സുഹൃത്ത് സജീഷിനെയും സിതാരയും വിളിച്ചിട്ട് പറഞ്ഞപ്പോ, നീ എങ്ങനെയാടാ എന്നോട് ഇന്റർവ്യൂ തുടങ്ങിയത് എന്ന് ചോദിച്ചു. ദാസേട്ടൻ അങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞൊരു ഓർമ്മയും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതായത് വളരെ നല്ല ഒരു ഒരു ഓർമ്മയാണ് അന്നത്തെ എന്റെ ക്രൂ എനിക്കൊക്കെ ഉള്ളത്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ദാസേട്ടൻ ക്രൗൺ പ്ലാസ, ഇപ്പോഴത്തെ ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. അന്ന് അതിന്റെ പേര് ഹോളിഡേ എന്നായിരുന്നു. അപ്പൊ ഹോളിഡേയിൽ വെച്ച് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വിറ്റ് റൂമിലെ ചായ എത്തിയപ്പോഴേ ദാസേട്ടൻ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നു. എന്നിട്ട് അവിടെ പൊതിഞ്ഞു കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് എടുത്തു തന്നിട്ട്, എനിക്ക് ഒരെണ്ണം എടുത്തു തന്നിട്ട് രാജീവ് കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് ദാസേട്ടൻ ഞങ്ങളുടെ ഇടപെട്ടത്. ആ ഓർമ്മകൾ ഇന്നും സൂക്ഷിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പത്മശ്രീ KJ യേശുദാസ് ഒരു സിനിമാ പിന്നണി ഗായകനോ ശാസ്ത്രീയ സംഗീതജ്ഞനോ മാത്രമല്ല, മലയാളികളുടെ ഗാനാസ്വാദന സംസ്കാരത്തെ രൂപപ്പെടുത്തിയ, കാലത്തെ അതിജീവിക്കുന്ന ഒരു ശബ്ദാനുഭവമാണ്. ഒരഭിമുഖം നമുക്കൊരു ഗാനത്തിലൂടെ ആരംഭിക്കാല്ലേ ദാസേട്ടാ, ഒരു പാട്ട്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. മലയാള സിനിമാ ഗാനശാഖയിലെ കാമുകൻ്റെ ശബ്ദവുമായാണ് ദാസേട്ടൻ കടന്നു വന്നത്. ഒരു കാലഘട്ടത്തിലെ പ്രണയസങ്കല്പത്തിൻ്റെ ആത്മാവായിരുന്നു ആ ഗാനങ്ങൾ. ഇന്നത്തെ പ്രണയഗാനങ്ങളെക്കുറിച്ച് ദാസേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, പ്രണയങ്ങൾക്ക് പല വ്യത്യാസങ്ങളും വരും. അന്നത്തെ കാലത്ത് ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ ഒരു പ്രണയം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടാവില്ല. അകന്നു നിന്ന് ഒരു പെണ്ണും ഒരു ചെറുക്കനും ദൂരെ നിന്നുകൊണ്ട് പറയാവുന്നത് പറയാൻ പറ്റാതെ വെറും മൗനമായിട്ട് പ്രേമിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് പാർക്കിലായാലും റോട്ടിലായാലും കുറച്ചുകൂടി ധൈര്യം വന്ന കാലമായി. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ അതിനനുസരിച്ച് ശരിയായിട്ടുള്ള ജീവിതത്തിൽ തന്നെ ഇത്രയും വ്യത്യാസം വരുമ്പോൾ പിന്നെ സിനിമയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അത് തെറ്റായിട്ട് എടുക്കാനൊക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ഡ്രസ്സിലായാലും ആഭരണങ്ങളിലായാലും രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ ഇതായാലും അപ്പോൾ അതിനനുസരിച്ച് വിധത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി ഇതല്ല അതാണ് നല്ലതെന്ന് നമുക്ക് പറയാനൊക്കില്ല. ഇപ്പൊ തങ്കത്തളികയിൽ പൊങ്കലുമായി വരും ദാസേട്ടൻ പാടിയ പാട്ട്, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ലജ്ജാവതി എന്നുള്ള. അതെ. അപ്പോൾ അതിന്റെ ഒരു ഭാവതലം വളരെ വ്യത്യാസമില്ലേ? അല്ല, അത് ഇപ്പോൾ ഉൾക്കൊള്ളുന്ന പോലെ ഇരിക്കും. നമുക്കിപ്പോൾ അങ്ങേക്കത് തോന്നി ആ സാഹിത്യത്തിനോട് സാഹിത്യബോധം അല്ലെങ്കിൽ സാഹിത്യത്തിനോടുള്ള അതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ള രുചി കൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം. അതിപ്പോൾ ഇല്ലാത്ത കുട്ടികൾക്ക്, അതുപോലെ അതിനെപ്പറ്റി രുചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടിക്ക് ഏതിനോട് ബന്ധപ്പെട്ടതാണോ അതാണ് ഇഷ്ടപ്പെടുക. അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എക്സ് ഓർ വൈ, ഞാനൊരു ഡ്രിങ്കിൻ്റെ പേര് പറയുന്നില്ല, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആഡും അഡ്വർടൈസ്മെൻറ്റും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലും ഇതിനെപ്പറ്റി തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കേട്ടതും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ എന്നാൽ ഇതൊന്ന് കഴിച്ചു നോക്കാം എന്താണെന്ന് തോന്നും. പിന്നെ അതൊരു അഡിക്റ്റാകും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ
എല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും അതിനെപ്പറ്റിയുള്ള അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ ഇതിനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങളൊക്കെ കേൾക്കുന്നത് മലയാള പാട്ടുകൾ പോലും അല്ലായിരുന്നു. കാരണം ഇല്ലായിരുന്നു അന്ന് കേട്ടിരുന്നത് റഫി സാഹിബിൻ്റെ അല്ലെങ്കിൽ മന്നാദെ അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർജി അല്ലെങ്കിൽ മുകേഷ്, അങ്ങനെയുള്ള അന്നത്തെ ലെവലിൽ നൗഷദ് ജിയുടെയും അവരുടെയൊക്കെയാണ് നമ്മൾ കേരളത്തിൽ കേട്ടിരുന്നത്. സോറി. അപ്പോൾ അതിങ്ങനെ ആ പാരമ്പര്യം നമ്മൾ കേട്ട് പോകുന്നതിൻ്റെ അതിൽ നിന്ന് ഉത്ഭവിച്ച ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളും അതിനോടൊരു അനുകരണ രുചിയുണ്ടായിരുന്നു. കഴിഞ്ഞ് പിന്നെ അനുകരണം മാറിയപ്പോൾ അല്ലെങ്കിൽ വേറൊന്നിന് അതിന് കൂടുതൽ പ്രചാരവും ധനപരമായിട്ടോ ഒക്കെ വരുമ്പോഴേക്കും ചില ആളുകൾക്ക് അതൊരു വ്യവസായത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ആ കാലഘട്ടത്തിലെ ഗാനങ്ങൾ ശ്രവ്യസുന്ദരങ്ങളായിരുന്നു. അത് കാൽപ്പനിക കവിതകളായിരുന്നു. അത്തരത്തിലുള്ള ഗാനങ്ങളെ ഇന്ന് ദൃശ്യവൽക്കരിക്കുന്നത് പെർഫോമിംഗ് വേസിലാണ്. അതിന് ദാസേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ ഗാനങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ പഴയ ഗാനങ്ങളാണ് ഏറ്റവും നന്നായിരുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും എളുപ്പമായിട്ട് നോക്കിയാൽ മതി. ഏതൊരു ഗായകനും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ ജനറേഷന് അവരുടെ ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ചില ചെറുപ്പക്കാരായിട്ടുള്ള പാട്ടുകാർ, ദാസേട്ടന് കിട്ടിയ ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കമ്പോസ് ചെയ്യാൻ ആളുണ്ട്, പാട്ട് എഴുതാൻ ആളുണ്ട്. നമ്മുടെ ഇതേ നല്ല ഗാനങ്ങൾ എഴുതിയ വയലാർ രാമവർമ്മ ഇല്ലായിരിക്കാം, പക്ഷെ ശ്രീകുമാരൻ തമ്പിയുണ്ട്, ONV സാറുണ്ട്, ഉണ്ട് ഭാസ്കരൻ സാർ ഈയിടെയാണ് പോയത്. പക്ഷെ അതിനിടയ്ക്ക് പിന്നെ ദാമോദരനും ഒക്കെ നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പീപ്പിൾ അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റോറിയുടെ ഇതും പിന്നെ അതുകൂടാണ്ട് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ ആകുന്നതുകൊണ്ട് അതിനോട് യോജിക്കുന്നത് ആരാണോ, ആ വെള്ളിപ്പാത്രം വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് വെറും തകരത്തിൻ്റെ പാത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് പറയുമ്പോൾ അല്ല വെള്ളിപ്പാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കാണ് ആ സിറ്റുവേഷൻ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പാവപ്പെട്ടവൻ്റെ വീടോ അല്ലെങ്കിൽ ഒരു ചട്ടിയും കലവും വെക്കുന്നിടത്ത് ഇത് തെറ്റല്ല. ഒരു ചട്ടിയും കലവും വെക്കേണ്ടടുത്ത് വെള്ളിപ്പാത്രം കൊണ്ട് വെച്ച് ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ ചട്ടിയും കലത്തിൻ്റെയും ആ ഒരു ലെവലിൽ ആര് ഉണ്ടാക്കുന്നോ അവനെ തേടിപ്പോവും. ഇപ്പോൾ അത് കുറവാണെന്ന്, ചട്ടിയും കലവും കുറവാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയാം. എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതിനാണ് നമ്മൾ മുഖ്യമായിട്ട് എടുക്കേണ്ടത്. ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടറുടെ ഭാവനയിൽ എന്ത് വരുന്നോ അതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പണ്ട് ദേവരാജൻ മാഷ് നമുക്കൊരിക്കലും കേരളത്തിൽ നിന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല. ദേവരാജൻ മാഷ് ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ദേവരാജൻ മാഷ് കൊടുത്തിരിക്കുന്നതിൽ പാകപ്പിഴകളുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ശ്വാസിച്ചാൽ പോലും അത് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട നമ്മൾ. അപ്പോൾ അദ്ദേഹം എങ്ങനെ ചെയ്തിരുന്നത്? അദ്ദേഹത്തിന് ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ സ്റ്റോറിയെപ്പറ്റി ചോദിക്കും, എന്താ സിറ്റുവേഷൻ എന്താണോ എന്ന് ചോദിക്കും, അതിനെപ്പറ്റി ഒന്ന് പറയും. മ്യൂസിക് ഡയറക്ടറോ പാട്ട് എഴുതുന്ന ആളുമായിട്ട് അല്പം നേരം ഒക്കെ പറയും. അതിന് ശേഷം അദ്ദേഹം ഇരുന്ന് ഉണ്ടാക്കുന്ന പാട്ടുകൾ ഒരു ഡയറക്ടറെയോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെയോ കേൾപ്പിച്ചിട്ടല്ല അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിക്കഴിഞ്ഞ് അത് അവിടെ റെക്കോർഡിങ്ങിന് വന്ന് കേട്ടാൽ മതി എന്ന് പറയുള്ളൂ. അപ്പോൾ ഇതുപോലെയല്ല ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. റിഹേഴ്സൽ 2 ദിവസം ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ തലേദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ പോയി ഇതിന് പോയിട്ട് റെക്കോർഡിങ്ങിന് മുൻപ് ഒരു റിഹേഴ്സൽ ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇത് പാട്ടൊന്ന് ഊറുകയാണ് നമ്മുടെ ശരീരത്തിൽ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് പാടുകയാണ് എന്നുള്ള ഒരു ബോധം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, ഇന്ന സംഗതി മാഷ് പറഞ്ഞു തന്നല്ലോ, അതാണ് ഇങ്ങനെ എന്നുള്ളത് ഇങ്ങനെ നമ്മളറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസിൽ അത് കിടപ്പുണ്ട്. ഇന്നിപ്പോൾ അതില്ല, അത് മതി, അത്രയും മതി എന്നുള്ള സ്ഥിതി വന്നു. ഇപ്പോൾ ഞാനും അത് തന്നെ ചെയ്യുന്ന, എനിക്ക് റിഹേഴ്സൽ ഉണ്ടെങ്കിലേ ഞാൻ പാടുള്ളൂ എന്ന് പറയാനൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് പറഞ്ഞാൽ നന്നായിട്ട് എടുക്കുന്നവരില്ല. ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ എടുത്ത ടേക്ക് ശരിയായിട്ടില്ല, ഒന്നുകൂടി എടുക്കണം. എല്ലാ സെറ്റ് ശരിയായിട്ടുണ്ട്, ഇല്ല ഞാൻ പറയില്ല, എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കും, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് ചിലപ്പോഴൊക്കെ പറയാൻ
ഇടവരുന്നുണ്ട്. എന്തിൻ്റെ വെളിച്ചത്തിലാണ്? നമ്മൾ പണ്ട് ചെയ്തതിൻ്റെ ഒരു ഓർമ്മ, അത് റിഹേഴ്സൽ ചെയ്ത് പെർഫെക്റ്റാക്കി ഇത് ജനങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കുട്ടികൾ ചിലതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രുതി കുറച്ചൊരു ചിലയിടത്തൊക്കെ ഒന്ന് പോയാൽ ഇന്ന് ടെക്നിക്കലി ദേ ക്യാൻ റെക്ടിഫൈ ദി എക്യുപ്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കഴിവ് എന്താണ് പിന്നെ? അപ്പോൾ ശ്രുതിയിൽ ചേർന്ന് പാടുക എന്ന് പറയുന്നത്, ശ്രുതിയിൽ ചേർന്ന് പാടുന്ന ഒരു ഗായകനായിരിക്കണം ഒരു ഗായകൻ. പിന്നെ ശബ്ദശുദ്ധി ഉണ്ടായിരിക്കണം, അതുണ്ടാകണം. പിന്നെ ഭാവത്തോടുകൂടി ഉണ്ടായിരിക്കണം. ഇതൊക്കെ കൂടി തികഞ്ഞ് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ ദേവരായ മാഷിൻ്റെ അടുത്ത് ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കുറച്ച് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതെ, മറ്റുള്ള ഗായകർ പല വിവരമല്ല, പുതുതായിട്ട് പാടാൻ ചെന്ന ആളുകൾ പറയും ഞാൻ ദാസേട്ടനെ പോലെ പാടുമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തന്നെ പറയും അയാൾ ചത്തോന്ന് ചോദിക്കും. അങ്ങനെ തന്നെ ചോദിക്കും അദ്ദേഹം. അല്ല, എന്തിനാന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ദുഃഖം വരുന്നത്. ഒരാൾ അങ്ങനെ പാടുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ എന്നുള്ളതാണ് പറയണത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പറയണത്. പല യുവ ഗായകന്മാർ സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ പെർഫോം ചെയ്താണ് പാട്ട് പാടുന്നത്. ദാസേട്ടനെ പോലെയുള്ള പഴയ തലമുറയിലെ അധിക ഗായകന്മാരും അത്തരത്തിലല്ല. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കൂടുതൽ ഞങ്ങളുടെ ഇതനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ്, അതായത് ഇപ്പം നിങ്ങളെ തന്നെ ഞാനിങ്ങനെ കുലുക്കിയാൽ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയാൽ യു കാൺ ഡു ഇറ്റ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ശരീരം കൂടുതൽ ഇളകുമ്പോൾ ശരീരം കൂടുതൽ ഇളകും. ശരീരം ഇളകേണ്ടതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ വേണ്ടാത്ത തരത്തിലോ ഇളക്കം വരും. ആ ഇളക്കം വരുന്നത് ചിലപ്പോൾ അത് ദോഷം ചെയ്തെന്ന് വരും. അപ്പം നിലനിൽക്കാതെ നിശ്ചലമായിട്ട് നമ്മൾ ചേർന്ന് ലയിച്ചു പോകേണ്ടതിന് ലയത്തിന് വ്യത്യാസം വരും. മറ്റൊരു കമ്പാരിറ്റീവ് ഇത് സ്റ്റഡി ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. വേറൊരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ലയിക്കുമ്പോഴാണ് ഈ ലയം എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടുമായിട്ട് താൻ കൊടുക്കുന്ന നോട്ടിന് ലയം വരുമ്പോഴാണ് ഈ ലയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഒരാൾ വേറൊരു ഇൻസ്ട്രുമെൻറ്റും കൂടി വായിക്കുന്നുണ്ട്, അയാൾ ശുദ്ധമായിട്ട് വായിക്കുമ്പോൾ താൻ അല്പം ഒന്ന് ഫ്ലാറ്റാകുകയോ ഷാർപ്പാകുകയോ ചെയ്താൽ അത് ലയം എന്നല്ല പറയണത്. രണ്ടുപേരും രണ്ടായിട്ടാണ് പോണേ. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തതിനെപ്പറ്റി പറയല്ല, ഇത് ശീലിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്ത് നോക്കട്ടെ, എനിക്കറിയില്ല. ഞാനൊരു കോർഗിൻ്റെ ഒരു ട്യൂണറുണ്ട്. അതെന്തിനാ കോർഗ് എന്ന് പറയണമെന്ന് വെച്ചാൽ അത് പിയാനോ ട്യൂണറാണ്. അവർ മാത്രമേ അത് ഇറക്കിയിട്ടുള്ളൂ. പിയാനോ ട്യൂൺ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു നോട്ട് നമ്മൾ അതിലിങ്ങനെ അടിച്ചാൽ ഇതിൽ അത് കറക്റ്റായിട്ട് ആ സീറോയിൽ, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലാറ്റ്, ഇറ്റ് ഈസ് ഷാർപ്പ്. അത് ശരിക്കും ഇൻസ്ട്രുമെൻറ്റിൽ പറ്റും. ഒരു ഹ്യൂമനിൽ വളരെ വിഷമമാണ് ആ സീറോയിൽ കൊണ്ടുവരാൻ. അവിടെ കിടന്നുകൊണ്ട് ഇതിങ്ങനെ ശകലം ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഹ്യൂമൻ. എത്ര എഫർട്ട് ചെയ്താലും ആ സീറോയിൽ ഇങ്ങനെ വന്ന് നേരെ നിൽക്കില്ല ആ സൂചി. അത് ആര് തന്നെ ശ്രമിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ ആ ഓറ എന്ന് പറയും, അതിൻ്റെ അകത്തൊരു ചന്ദ്രൻ്റെ അകത്തോട്ട് ആകർഷണ വലയമുണ്ട്. ആ ആകർഷണ വലയത്തിലേക്ക് പെട്ടാൽ അതിൻ്റെ ആകർഷണ വലയത്തിനൊരു ചെറിയ അതിരുണ്ട്. അതിൻ്റെ അകത്ത് പെട്ടാൽ ഇറ്റ് വിൽ ബി, ആ ലയത്തിന് സമയം വരും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. SMS വഴി കുട്ടികളുടെ കഴിവ് നിർണ്ണയിക്കുന്ന റിയാലിറ്റി ഷോകൾ പല ചാനലുകളിലും വരുന്നുണ്ട്. ഇതിനെ ദാസേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള അഭിപ്രായം കൊണ്ട് ചിലപ്പോൾ തെറ്റായി ധരിക്കുന്നവരുണ്ടാവാം. ഇത് ദോഷമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിധി നിർണ്ണയിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന ജഡ്ജസ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും കോമ്പറ്റീഷനൊന്നും അയക്കാറേ ഇല്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഫാദറും അതുപോലെ തന്നെ. പിന്നെ വളരെ റെയറായിട്ടുള്ള സ്ഥലത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൈസിന് വേണ്ടിയുള്ള ഉദ്ദേശമല്ല, പ്രൈസല്ല ആവശ്യം, അറിവാണ് കൂടുതൽ ആവശ്യം. ആ അറിവാണ് നമ്മുടെ പ്രൈസ്. അത് അറിയുക എന്നുള്ളത് ജ്ഞാനം വർദ്ധിപ്പിക്കുമ്പോഴേ അറിവ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജഡ്ജസിന് അത്രയ്ക്ക് അതുപോലത്തെ ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെ ഇത് ലോട്ട് ഓഫ് കമ്പൽഷൻ. അതുകൊണ്ട് പല വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല പാടിയൊരു കുട്ടിയെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും ജഡ്ജസിന്. ആത്മാർത്ഥതയില്ലാത്ത, സത്യമില്ലാത്ത, ധർമ്മമില്ലാത്ത, അതല്ല
മുഖം നോക്കാതെ തൻ്റെ പുത്രനെ ആയാലും ശരി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനതിനൊരു ഉദാഹരണം പറയാം. സുജാത ഇന്ന് വളരെ ഫേമസ് സിംഗറാണല്ലേ. സുജാതയും അന്ന് എറണാകുളത്ത് വേറൊരു കുട്ടി ഈക്വലായിട്ട് രണ്ടുപേരും പാടുന്ന കൊച്ചു കുട്ടികളുടെ ജഡ്ജ്മെൻറ്റ് നടക്കുക. അതിന് ഞാനാണ് ജഡ്ജായിട്ടിരുന്നത്. സുജാത പാടിയതും ആ കുട്ടി പാടിയതും വെച്ച് നോക്കുമ്പോൾ രണ്ടും തുല്യമായിട്ട് ഏകദേശം വന്നു. പക്ഷേ അവിടെ ജഡ്ജ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ സുജാതയ്ക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇത് വന്നിട്ട് അവളൊരു ബ്രേക്ക് വന്നുപോയി നാച്ചുറലായിട്ടെന്ന് പറഞ്ഞാൽ അത് അവൾ ഉദ്ദേശിച്ചില്ല, പെട്ടെന്ന് എന്തോ ഒരു ഇക്കിള് പോലെ വന്നിട്ട് അതൊരു സ്പോട്ട് ഇതായിരുന്നു. ഇത്രയും ഫേമസ് ആയ സുജാതയ്ക്ക് ആ പ്രൈസ് കൊടുക്കാതെ ഞാൻ മറ്റു കുട്ടിക്കാണ് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റായിട്ട് രണ്ടും തുലനം ചെയ്ത് നോക്കുമ്പോൾ ചെയ്ത കാര്യത്തിൽ അവിടെ അന്ന് സുജാതയെന്ന് എനിക്കറിയില്ല. കലാഭവൻ്റെ അന്നത്തെ ആദ്യത്തെ കോമ്പറ്റീഷനുള്ള ജഡ്ജായിട്ട് ഇരിക്കേണ്ടി വന്നുപോയി. അപ്പോൾ അതിനുശേഷം നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു വിഷമമായി. കാരണം അപ്പോൾ ആ കുട്ടിക്കതൊരു അനുഗ്രഹമായി. കാരണം മനസ്സിൽ ദണ്ണം വന്ന് കാണും. ദണ്ണം വന്ന് ഇനി പരിശ്രമിക്കണം, ഞാനത് ഇല്ലാണ്ടാക്കാൻ നോക്കണം. അതങ്ങനെ വരുന്നത് നല്ലതാണ്. പക്ഷേ ഇതെന്താണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതല്ല, അതിനേക്കാളും നല്ലത് ഞാൻ നന്നായിട്ട് പഠിച്ച് നമ്മുടെ കഴിവ് കാണിച്ചു കൊടുത്തിട്ട് ജനങ്ങൾ പറയണം. അതിപ്പോൾ പലതും ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് നമ്മുടെ വീട്ടിലെ സ്കൂളിലെ സ്റ്റുഡൻസിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നമ്മൾ തന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇന്ന് ഇത് വിളിക്കും, അപ്പോൾ കഴിയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും മാർക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വിളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വോട്ടെടുപ്പിൻ്റെ ഒരു സ്ഥിതി അതെനിക്ക് തോന്നണില്ല നല്ലതാണെന്ന്. ഇത് മനാഡേ സാറും അത് തന്നെ പറഞ്ഞതില്ല, ദാജിയും അത് തന്നെ പറഞ്ഞത്. അതൊരു ശരിയായ നല്ല രീതിയല്ല എന്നുള്ളത്. ജഡ്ജ് ചെയ്യുന്ന തന്നെ കുട്ടികളെ കോമ്പറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് അത്ര വലിയ ഇതില്ല. ഞാനിത് ഗന്ധർവസന്ധ്യ തുടങ്ങിയത് തന്നെ അറിവിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങൾ ഈ ദാസേട്ടനെ ഓർക്കണം. ദാസേട്ടൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടാതെ വന്നിട്ട് പിന്നെ അത് നിർത്തിയവനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, ദുഃഖം വരരുത്, ഇതുകൊണ്ട് ദുഃഖം വരരുത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ അതിന് ദുഃഖിക്കാം. കാരണം എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് നല്ലതെന്നുള്ള സദുദ്ദേശത്തോടെയാണ് നമ്മളിത് തുടങ്ങിയത്. ആദ്യം തുടങ്ങിയതും കരളിയാണ്. അത് എത്ര നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്നും കുട്ടികളെ കൂടുതലിട്ടുണ്ട്, ചവിട്ടി തേക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ ഈ റിയാലിറ്റി ഷോകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടല്ലോ, അതെ, എനിക്ക് വലിയ ദുഃഖമുണ്ട്. കാരണം അവരിങ്ങനെയല്ല പോകേണ്ടത്. ഇപ്പോൾ വേറൊന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതായിട്ട് പറയുന്നതല്ല, പറയാൻ പാടില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയരുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. ഒരു അടുത്ത അവരുടെ കുട്ടികളുടെ ഈ ഇത് വരുമല്ലോ, അത് സ്കൂൾ അവധിക്ക് ഞാൻ ഐ എം ഗോയിങ് ടു ഇപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് എനിക്കതൊരു പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് അതൊരു മനസ്സിൽ പറയണം, ഒന്നിച്ചിരുന്ന് പറയണം, വേറെ ആരെങ്കിലുമൊക്കെ അറിയണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പ് ഞാൻ ആ കുട്ടികൾക്ക് നേരത്തെ തന്നെ അവർക്ക് ആദ്യത്തെ പാഠം ഞാൻ തന്നെ പാടി അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ടൊക്കുന്നത് പോലെ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ പാടി എനിക്ക് അയച്ചു തരണം. അതിൽ നിന്ന് ഞാൻ പ്യുവറായിട്ടുള്ള കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരാഴ്ച കൊണ്ട് ഇത് പഠിപ്പിക്കാൻ ഒക്കില്ലെങ്കിലും ഒരു തുടക്കം പോലെ ഈ വെക്കേഷണൽ സ്റ്റഡീസ് അത് പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഇരിക്കണം. അത് ചിലപ്പം മാതാപിതാക്കന്മാരും കൂടെ വന്ന് താമസിക്കേണ്ടി വരും. അതിനുള്ള ആളുകൾ ചിലർ അതിനുവേണ്ടി ഇത് ചെയ്യും. അത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടി വിയിലൊന്നും വരില്ല. ഐ എം നോട്ട് അഗ്രീയിങ് ഫോർ ദാറ്റ്. ഒരിക്കലും വരത്തില്ല. കാരണം ഇത് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, അവരുടെ പഠിപ്പിന് വേണ്ടിയുള്ളതാണ്. അപ്പം അതൊരു അഡ്വർടൈസ്മെൻറ്റോ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ജെനുവിനായിട്ടുള്ളതിൽ ഇപ്പോൾ ആരെയും രണ്ടുപേരുടെ അഭിപ്രായമോ എനിക്ക് തോന്നണം അത് ഇവൻ നന്നായിട്ട് പാടും. എൻ്റെ മകൻ്റെ മക്കളിൽ തന്നെ 3 പേരിൽ ഒരാൾ മാത്രമേ, എൻ്റെ ഫാദറും അത് തന്നെ, 5 പേരും ഇന്ന് ഈ പാടുന്ന കുട്ടികളെ പോലെയൊക്കെ എൻ്റെ അനിയത്തിയൊക്കെ പാടാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ. പക്ഷേ നിങ്ങളൊന്നും പഠിക്കേണ്ട, അവൻ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാനുള്ള നട്ടലുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ, ആ നട്ടലെന്ന് പറഞ്ഞതിനൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുകയല്ല എന്നെ മാത്രമല്ലേ സെലക്ട് ചെയ്തത്, അതല്ല. നോക്കണം കുട്ടികളുടെ മക്കൾക്ക്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, മക്കൾക്ക് എന്താണ് അവരുടെ അഭിരുചി, ആ അഭിരുചിക്ക് അനുസരിച്ച വിധത്തിൽ നമ്മൾ വിദ്യാഭ്യാസവും ചെയ്ത് കൊടുപ്പിക്കുകയാണെങ്കിൽ തങ്കം പോലെ അവർ ഷൈൻ ചെയ്യും, അല്ലെങ്കിൽ ഡയമണ്ട് പോലെ അവർ ഷൈൻ ചെയ്യും. ആരും ഇതില്ലാതെ വരുമ്പോഴാണ് ഫ്രസ്ട്രേഷൻസും ഇതൊക്കെ വന്ന് എനിക്കൊന്നും ആകാനത്തില്ല. പിന്നെ എനിക്ക് ഈ യങ്ങർ ജനറേഷനോട് പറയാം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടേത് അന്വേഷിക്കുക, നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങൾ ഇരുന്ന് നോക്കുക. ഞാൻ എന്തിനാണ് ഇവിടെ വന്നേ, ഞാൻ എന്താവണം. നിങ്ങൾ രജനികാന്തിനെയോ കമലഹാസനെയോ നസീർ സാറിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ അല്ല കണ്ട് രസിച്ചോളൂ, അത് വേറെ കാര്യം. കേട്ട് രസിച്ചോളൂ, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളാകാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരും അല്ലാണ്ടായിപ്പോൾ. എനിക്കിഷ്ടപ്പെട്ട 1000 പാദസരങ്ങൾ കിലുങ്ങി എന്ന ഗാനം ഒന്ന് ആലപിക്കാമോ? 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി എന്നാണ്. അത് ഒരുപാട് പേര് കേട്ട് ആസ്വദിച്ചാണ്. അപ്പം അതിന് ഒരു ചെറിയ അക്ഷരം മാറ്റേണ്ടിയിരിക്കണു എന്ന് പറയുമ്പോൾ വയലാറിൻ്റെ അക്ഷരം മാറ്റിയെന്ന് ചോദിച്ചേക്കാം. അല്ല, ഇപ്പോഴത്തെ നിലവാരത്തിന് അവിടുത്തെ കമ്പനികൾ നമ്മുടെ സുന്ദരിയായ ആലുവ പുഴയെ നശിപ്പിച്ചതിന് 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകുമോ എന്ന് മാത്രമേ. ഇനി എല്ലാത്തിനും നിങ്ങളെല്ലാം ഒന്ന് ചേർത്താൽ മതി. അദ്ദേഹം എഴുതിയിരിക്കുന്നതിൻ്റെ ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകുമോ, ഇനി എല്ലാം ആക്കിക്കോളൂ. ഇതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, പല കളറൊക്കെ ഇട്ടിട്ട് ആ സ്ഥിതി ആയിട്ടുണ്ട് അവിടുത്തെ വെള്ളം, കെമിക്കൽസ് ഇങ്ങനെ വന്നിട്ട്. ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ എന്താണ് എൻവയറമെൻറ്റിന് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ അശ്രദ്ധ കൊണ്ടാണോ ഇത് അതിനെ മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഈ കമ്പനിക്കാർ വേണ്ടിയത് ചെയ്യാത്തത് കൊണ്ടാണോ ഇന്ന് അവിടെ താമസിക്കുന്നവർക്ക് പോലും രോഗങ്ങളും ആ വെള്ളത്തിൽ ഒരു മത്സ്യമില്ല, നമ്മുടെ വളരെ റെയറായിട്ടുള്ള മത്സ്യങ്ങൾ പോലും നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എല്ലാത്തിനും നിങ്ങളെല്ലാം ഒന്ന് ചേർത്താൽ മതി. അദ്ദേഹം എഴുതിയിരിക്കുന്നതിൻ്റെ ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകുമോ, ഇനി എല്ലാം ആക്കിക്കോളൂ. ഇതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, പല കളറൊക്കെ ഇട്ടിട്ട് ആ സ്ഥിതി ആയിട്ടുണ്ട് അവിടുത്തെ വെള്ളം, കെമിക്കൽസ് ഇങ്ങനെ വന്നിട്ട്. ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ എന്താണ് എൻവയറമെൻറ്റിന് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ അശ്രദ്ധ കൊണ്ടാണോ ഇത് അതിനെ മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഈ കമ്പനിക്കാർ വേണ്ടിയത് ചെയ്യാത്തത് കൊണ്ടാണോ ഇന്ന് അവിടെ താമസിക്കുന്നവർക്ക് പോലും രോഗങ്ങളും ആ വെള്ളത്തിൽ ഒരു മത്സ്യമില്ല, നമ്മുടെ വളരെ റെയറായിട്ടുള്ള മത്സ്യങ്ങൾ പോലും നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.